ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് റിംഗ് നോട്ട് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. റിംഗ് നോട്ട് ഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ആങ്കർ ത്രെഡ് ഇല്ലെങ്കിൽ, എംബ്രോയ്ഡറി ത്രെഡാണ്, ഇതില്ലെങ്കിൽ നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാം. അതുമില്ലെങ്കിൽ നമ്മുടെ സാധാരണ തുന്നുന്ന നൂല് എടുക്കാം. ഇതിൻ്റെ 6 ഇഴ എടുക്കണം. 6 ഇഴ എടുത്തിട്ട് നീഡിലിൻ്റെ ഹോളിൽ കൂടി കടത്തിയിട്ട് നമുക്ക് ഇതുകൊണ്ട് തുന്നി പഠിക്കാൻ വേണ്ടി ഇതുപോലത്തെ നൂലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. 7-ാം നമ്പർ നീഡിലാണ് ഉപയോഗിക്കുന്നത്. 7-ാം നമ്പർ. നമുക്ക് റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു വട്ടം ചുറ്റുക. അതിനുശേഷം ഈ സെയിം ഹോളിൽ കൂടി താഴേക്ക് ഇറക്കുക. ഇവിടെ നമുക്ക് ഒരു റിങ് പോലെ കിട്ടും. നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. ഫ്രഞ്ച് നോട്ട് നമ്മൾ വളരെ ടൈറ്റായിട്ടാണ് ചുറ്റുക. ഇത് ലൂസായിട്ട് ആണ് നീഡിൽ ചുറ്റേണ്ടത്. അപ്പോൾ നമുക്കൊരു വളയം പോലെ കിട്ടും, റിങ് പോലെ കിട്ടും. അതുകൊണ്ടാണ് ഇതിന് റിംഗ് നോട്ട് എന്ന് പറയുന്നത്. റിംഗ് നോട്ട് ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറാണിത്. ഇത് റിംഗ് നോട്ട് ഉപയോഗിച്ചുള്ള വേറെ ഒരു ഫ്ലവറാണ്. ചുരിദാറിൻ്റെ നെക്കുകൾ ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. റിംഗ് നോട്ട് വെച്ച് വളരെ മനോഹരമായിട്ട് ചുരിദാറിൻ്റെ കഴുത്തുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റിംഗ് നോട്ട് വെച്ചുള്ള വേറെ ഒരു ഫ്ലവർ നമുക്ക് നോക്കാം. ഒരു തവണ ചുറ്റുക, ലൂസായിട്ട് ചുറ്റുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലെ താഴേക്ക് ഇറക്കുക. വീണ്ടും ഇതുപോലെ മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇതുപോലെ തന്നെ താഴേക്ക് കുത്തിയിറക്കുക. നമുക്കൊരു വളയമായിട്ട് കിട്ടി. വീണ്ടും ഇതുപോലെ കുത്തി മേലോട്ട് എടുക്കുക. വീണ്ടും ഒരു വളയമായിട്ട് കിട്ടി. നമുക്കിത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടി. ഒരു വട്ടം കൂടി നോക്കാം. നീഡിൽ കുറച്ച് അയച്ചിട്ട് കുത്തിയെടുക്കുക. ഇതുപോലെ ചുറ്റുന്ന നൂല് കുറച്ച് വലിപ്പത്തിലെടുത്താൽ നമുക്ക് വലിയ റിങ് കിട്ടും.
ഇത് ചെറിയ റിങ്ങാണ്. ये